എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. 2025 മെയ് 18 രാഹു കേതുക്കളുടെ ആക്സിസ് മാറിയിരിക്കുകയാണ്. രാഹു മീനത്തിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്നും ചിങ്ങത്തിലേക്കുമായിട്ടാണ് അതിൻ്റെ സ്ഥാനം മാറുന്നത്. തമോഗ്രഹങ്ങളായ രാഹുകേതുക്കൾ വ്യക്തിജീവിതത്തിലും പ്രകൃതിയിലുമൊക്കെ വളരെയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയുടെ ഈ രാശി മാറ്റം, ഇവയുടെ ഈ ആക്സിസ് ചേഞ്ച് ചെയ്യുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ രാഹുകേതു പകർച്ച ഭാരതത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് സൃഷ്ടിക്കുക. ആണവോർജ കരാറുമായി ബന്ധപ്പെട്ട അലോസരങ്ങൾ വർദ്ധിക്കും. വിദേശ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രശസ്തി കൂടും എന്നുണ്ട്. അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത്ര തന്നെ എളുപ്പമായിരിക്കുകയില്ല. കാലാവസ്ഥ പിഴയ്ക്കുകയും ശക്തമായ കാറ്റ്, ഇടിമിന്നൽ, മഴ എന്നിവയിലൂടെ ദുരിതാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മറ്റൊരു പ്രധാന കാര്യമുള്ളത്, ഇടയ്ക്ക് നമുക്ക് ആ ഒരു ഗ്രഹസ്ഥിതി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ രാഹുകേതു മാറ്റം സംഭവിച്ചതിന് ശേഷമുള്ള ഇനി വരാൻ പോകുന്ന 2 മാസക്കാലം ഈ രാഹുകേതുക്കളുടെ ഇടയിൽ മറ്റ് ഗ്രഹങ്ങളൊന്നുമില്ലാതെ അന്തരീക്ഷം വിഷലിപ്തമാവാനുള്ളൊരു സാധ്യതയും കൂടെ കാണുന്നു. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധി ഭീഷണിയൊക്കെ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. വളരെ ശ്രദ്ധ വേണ്ട ഒരു സന്ദർഭമാണ്. കൊറോണ സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു അന്തരീക്ഷം എന്നും ഓർമ്മയിൽ വേണം. അപ്പോൾ ഈ രാഹുകേതു രാശിമാറ്റം ഓരോ രാശിജാതരെയും എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. അപ്പം അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം തുടങ്ങിയ മേടക്കൂർ നക്ഷത്ര ജാതർക്ക് ഈ രാഹു 11 രാശി മാറുന്നത്. 11 നമുക്കറിയാം എല്ലാ ഗ്രഹങ്ങൾക്കും ഒക്കെ ഒരു ഇഷ്ടസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ മേടക്കൂറുകാർക്ക് 7 ശനിയുടെ ഒരു തുടക്കമായതിനാലും വ്യാഴം മറിഞ്ഞതിനാലും ഉള്ള അലോസരങ്ങളൊക്കെ ഉണ്ടായ ഒരു സമയത്ത് ഇങ്ങനെ രാഹു 11 വന്നത് അവർക്ക് ഒരു ഗുണകരമാണ് എന്ന് വേണം പറയാൻ. ചില മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ ഒരു വേഗത്തിൽ പുരോഗമിക്കുന്നു എന്ന് വേണം കാണാൻ. വിദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് നല്ല സമയമാണ്. എന്നാൽ ഈ കേതുവിൻ്റെ 5ലെ സ്ഥിതി അത്ര തന്നെ ഗുണകരമല്ല. ഉദരസംബന്ധമായ അസുഖങ്ങളും കർണരോഗം, ദുർബുദ്ധി എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനും ഈ ഒരു രാഹുവിൻ്റെ മാറ്റം അനുകൂലമായി നിൽക്കും. ഇടവക്കൂറുകാർക്ക് രാഹു 10 വന്നിരിക്കുകയാണ്. കേതു 4 ഇടവക്കൂറുകാർക്ക് പറയേണ്ടത്. അപ്പോൾ ഇതിൽ ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറും. സാമ്പത്തിക നില മെച്ചപ്പെടുമെങ്കിലും അപ്രതീക്ഷിതമായ ചെലവുകൾ ഉണ്ടാകും. വിദേശയാത്ര ഭാഗ്യം കാണുന്നു. അതുപോലെ തന്നെ മംഗല്യയോഗവും പറയാം. എന്തെന്നാൽ ഇവർക്ക് വ്യാഴം അവർക്ക് അനുകൂലമായിട്ടാണ് ചാരവശാൽ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ശനിയും ഇവർക്ക് 11 ഗുണകരമായി തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് കേതു 4 വന്നതിൻ്റെ ആ ഒരു ദോഷം ഒരു പരിധിവരെ ഇവർക്ക് കുറയ്ക്കാനാവും. എന്നിരുന്നാലും അടിക്കടിയുള്ള യാത്രകളും ഭവനപരമായ പ്രശ്നങ്ങളും ലൈംഗിക അരാജകത്വവുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ കേതു പ്രീതി ആവശ്യം നടത്തേണ്ടതാകുന്നു. ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും നാൾതോറും ഗണപതി ഹോമമോ ഒക്കെ നടത്തി തേങ്ങ ഗണപതി ഭഗവാന് അടിച്ച് ആ ഒരു വിഘ്നങ്ങളൊക്കെ നിവാരണം ചെയ്യുന്നത് ഇവർക്ക് ആഴത്തിൻ്റെ ആ ആനുകൂല്യമൊക്കെ പൂർണ്ണമായിട്ടും അനുഭവിക്കാനുള്ള ഒരു സാധ്യത കിട്ടണമെങ്കിൽ ഈ കേതു കൊണ്ടുള്ള ആ ഒരു ദോഷം മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്നറിയാം. ഈ 10ലെ രാഹു കർമ്മരംഗത്ത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സാധ്യതയുള്ളതിനാൽ മഹാദേവ പ്രീതിയും ആവശ്യമാണ്. സർപ്പപ്രീതിയും അവശ്യം നടത്തേണ്ടതാകുന്നു. മിഥുനക്കൂറുകാർക്ക് രാഹു 9 കേതു 3 സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തൊട്ടതെല്ലാം അബദ്ധത്തിൽ കലാശിക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. സഹോദരങ്ങൾക്ക് നാശം സംഭവിക്കുകയോ തെറ്റിദ്ധാരണ മൂലം വിരോധികളായി തീരുകയോ ചെയ്യും. സ്നേഹബന്ധങ്ങൾക്ക് മങ്ങലേൽക്കും. പിതാവിനും പിതൃബന്ധുക്കൾക്കും ദോഷകാലമാണ്. നിശ്ചയിച്ച വിവാഹം തെറ്റിപ്പോകുവാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം. സ്ത്രീസുഖം, കീർത്തി, ധനം എന്നീ ഗുണങ്ങൾക്കും വാതനാഡീ രോഗങ്ങൾക്കും സാധ്യത കാണുന്നു. ഇനി കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതർക്ക് രാഹു അഷ്ടമത്തിലും കേതു 2 സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ യാതൊരു കാരണവുമില്ലാതെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുവാനും ആപത്തുകൾ, സന്താനം മൂലം ചില ദുഃഖങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണിക്കുന്നു ഇത്.
വിദേശത്ത് ജോലിക്ക് വേണ്ടി പണം കൊടുക്കുന്നത് സൂക്ഷിച്ചു വേണം. കള്ളക്കേസിൽ പ്രതിയാകാതിരിക്കാനും ശ്രദ്ധിക്കണം. രക്തസമ്മർദ്ദം, പ്രമേഹം, നേത്രരോഗം അടങ്ങിയ രോഗസാധ്യതകൾ കാണുന്നു. ഹൃദയകാഠിന്യം മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ രാഹു പ്രീതി വരുത്തണം. സർപ്പബലി, ശിവന് ധാര, മൃത്യുജ്ഞാർച്ചന തുടങ്ങിയ വഴിപാടുകളും ചെയ്യുകയും വേണം. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, ആദ്യപാദം നക്ഷത്ര ജാതർക്ക് രാഹു 7-ലും കേതു ജന്മത്തിലുമായാണ് സ്ഥിതി ചെയ്യുന്നത്. കുടുംബത്തിൽ വിവാഹം നിശ്ചയിക്കുകയോ നടക്കുകയോ ചെയ്യും. വിദേശ യാത്രാ കാര്യങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാകും. ദൈവിക കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കും. ധനനഷ്ടം, ലൈംഗികാസക്തി, ക്ഷിപ്രകോപം, വീര്യാലോപം, അനാരോഗ്യം, തലവേദന എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കടബാധ്യതകൾ വർദ്ധിക്കും. കേതുവിൻ്റെ ജന്മത്തിലുള്ളൊരു സ്ഥിതിക്ക് പരിഹാരം വേണം. ഗണപതി ഹോമം നടത്തുകയും ഗണപതി ക്ഷേത്രങ്ങളിൽ വഴിപാടുകളൊക്കെ നടത്തുകയും ചെയ്യുന്നത് ഈ കേതുവിനെ കൊണ്ടുള്ള ദോഷങ്ങൾക്ക് ഒരു പരിഹാരമാകും. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര ആദ്യ പകുതി നക്ഷത്ര ജാതർക്ക് രാഹു 6-ലും കേതു 12-ലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപകടങ്ങളിൽ നിന്നുമൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടും. ദാമ്പത്യ ജീവിതത്തിൽ അസംതൃപ്തി ഉണ്ടാകും. ആയുധങ്ങൾ മൂലമോ നാഗങ്ങൾ മൂലമോ ആപത്ത് സംഭവിക്കാം. സന്താന ഭാഗ്യമുണ്ടാകും. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കും. നേത്രരോഗം, വിട്ടുമാറാത്ത ചുമ, കഫം, ത്വക്ക് രോഗം, കൈകാൽ തളർച്ച എന്നിവയ്ക്ക് സാധ്യതകൾ ഏറും. അതുകൊണ്ട് തന്നെ രാഹു പ്രീതി വരുത്തണം. കേതുവിനെയും പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 3-4 പാദം, ചോതി, വിശാഖം 1-2-3 പാദം നക്ഷത്ര ജാതകർക്കാകട്ടെ രാഹു 5-ലും കേതു 11-ലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവരുടെ വ്യാഴം ഇവർക്ക് വളരെ അനുകൂലമാണ്. 9-ലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി. കേതുവിൻ്റെ സ്ഥിതി 11-ലുമാകയാൽ ധനസമൃദ്ധി, ബുദ്ധിശക്തി, സുഖസമൃദ്ധി, കാര്യസിദ്ധി എന്നീ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ലോട്ടറി ഭാഗ്യമൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ വയ്യ. പ്രേമം കുഴപ്പത്തിലാക്കാതെ നോക്കണം. ഭവനപരമായ മാറ്റമുണ്ടാകും. യാത്രകൾ പരമാവധി ഒഴിവാക്കണം. മരണാനന്തര ചടങ്ങുകളിൽ സംബന്ധിക്കും. ഉദര രോഗം പിടിപെടാനുള്ളൊരു സാധ്യതയും രാഹുവിൻ്റെ സ്ഥിതി ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ രാഹുവിനെ പ്രീതിപ്പെടുത്തുക വളരെ ആവശ്യം തന്നെയാണ്. മഹാദേവനെ വേണ്ട വഴിപാടുകളൊക്കെ നടത്തി ആ ഒരു ദോഷസാധ്യത കൂടി കുറയ്ക്കുകയാണെങ്കിൽ ഇവർക്ക് നല്ല ഫലങ്ങൾ തന്നെയാവും ഉണ്ടാവുക. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4-ാം പാദം, ആയില്യം, തൃക്കേട്ട നക്ഷത്ര ജാതർക്ക് രാഹു 4-ലും കേതു 10-ലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവർക്ക് വ്യാഴമാറ്റവും അത്ര അനുകൂലമല്ല. ഇതിനാൽ തന്നെ വിരോധികൾ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹമുണ്ടാകും. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കും. ഗൃഹാലങ്കാര വസ്തുക്കൾ വാങ്ങിക്കും. തൊഴിൽ രംഗത്ത് വളരെ അധികം ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. ചീത്ത സ്ത്രീകളുമായിട്ടുള്ള സഹകരണം ഒഴിവാക്കണം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. കുടുംബ ബാധ്യതകൾ വർദ്ധിക്കുമെങ്കിലും അവ ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയുമെന്ന് വേണം കരുതുവാൻ. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം നക്ഷത്ര ജാതർക്ക് രാഹു 3-ലും കേതു 9-ലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവർക്ക് വ്യാഴം അനുകൂലമാണ് എന്നിരിക്കലും ഈ കേതുവിൻ്റെ 9-ലെ സ്ഥിതി സങ്കടകരമായ സന്ദർഭങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായിട്ട് വരും. വാസസ്ഥലം മോടി പിടിപ്പിക്കും. വിദേശയാത്രയിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകും. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് പണം കൂടുതൽ ചെലവഴിക്കും. ശത്രുക്കൾ വർദ്ധിക്കാനുള്ളൊരു സാധ്യത കാണുന്നു. സ്വപ്രയത്നത്തിലൂടെ വലിയ നിലയിൽ എത്തിച്ചേരാനുള്ളൊരു ഭാഗ്യം ഇവർക്ക് വന്നു ചേരും. വ്യാഴവുമൊക്കെ അനുകൂലമായതിനാൽ. അതേസമയം അഭിമാനക്ഷതത്തിന് സാധ്യതയും കാണുന്നു. ശരീരത്തിന് ക്ഷീണം തോന്നും. മുതിർന്നവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ധനനഷ്ടം, ഭാതൃദ്രോഹം എന്നിവയും സംഭവിക്കാം. പിന്നീട് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദം നക്ഷത്ര ജാതർക്കും തിരുവോണം, അവിട്ടം 1-2 പാദം നക്ഷത്ര ജാതർക്കും രാഹു 2-ലും കേതു 8-ലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്രതീക്ഷിതമായ ധനച്ചെലവുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നു. അപമാനങ്ങളും കേസുകളും ഉണ്ടാകാതെ സൂക്ഷിക്കണം. തൊഴിൽ രംഗം വേണ്ടത്ര സുഖകരമാവില്ല. ശത്രുതയിൽ കഴിഞ്ഞിരുന്നവരുമായിട്ട് സ്നേഹത്തിലാവാനുള്ളൊരു സാധ്യത കാണുന്നു. ജീവിത പങ്കാളിയുമായിട്ട് പിണങ്ങും. ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കണം. മുഖരോഗം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, അർഷസ്, ആയുധക്ഷതം എന്നിവയ്ക്കും ഇടവരാൻ സാധ്യതയുണ്ട്. പിന്നെ കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3, 4 പാദം നക്ഷത്ര ജാതർക്കും ചതയം, പൂരുരുട്ടാതി
1, 2, 3 പാദം നക്ഷത്ര ജാതർക്കും രാഹു ജന്മത്തിലും കേതു 7-ലുമായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവർക്ക് ക്ഷുദ്രജീവികളിൽ നിന്നുമുള്ള ഉപദ്രവം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ അനായാസം മറികടക്കും. ഇവർക്ക് വ്യാഴം അനുകൂലമായതിനാൽ നീച സംസാരം മൂലം കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ബഹുമാനം ലഭിക്കും. അതായത് മറ്റുള്ളവരുടെ ബഹുമാനം ലഭിക്കാൻ ഇടവരുന്ന പ്രവൃത്തികൾ നിർവഹിക്കും. കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കും. എന്നാൽ അല്പം ശ്രദ്ധിക്കണം എന്നുമുണ്ട്. സന്താനങ്ങൾക്ക് പൊതുവെ ഉയർച്ചയുണ്ടാകും. ആപത്തുകൾ ഉണ്ടാവാതെ നോക്കണം. ജീവിത പങ്കാളിക്ക് ചില അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ളൊരു സാധ്യത പ്രതീക്ഷിക്കണം. പ്രമേഹം, നേത്രരോഗം എന്നിവയ്ക്കുമൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ രാഹുകേതു പ്രീതി വരുത്തേണ്ടതുണ്ട്. രാഹുവിനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് മഹാദേവ ക്ഷേത്രങ്ങൾ ദർശിക്കുകയും സർപ്പപ്രീതി നടത്തുകയും വേണം. കേതു പ്രീതിക്കായിട്ട് ഗണപതിയെ പ്രീതിപ്പെടുത്തേണ്ടതാണ് ആവശ്യമായിട്ടുള്ളത്. മാസത്തിലൊരിക്കലെങ്കിലും ഗണപതി ഹോമം മുതലായ വഴിപാടുകൾ നടത്തുക. ഇനി മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതർക്ക് രാഹു 12-ലും കേതു 6-ലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ധനദുർവയം, നാശനഷ്ടങ്ങൾ, സന്യാസേച്ഛ, കീർത്തി എന്നിവ സംഭവിക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഇണയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം. അവരുടെ ശയനഭാഗ്യത്തിനൊക്കെയാണ് കുറവ് വരുന്നത്. മനസ്സിൽ ആകുലതയും ഭയവും വർദ്ധിക്കും. വാഹനങ്ങൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഉണ്ട്. ഇങ്ങനെ ചാരവശാലുള്ള രാഹുകേതു സ്ഥിതിക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നറിയുക. കൂടാതെ അവനവൻ്റെ ഗ്രഹനിലയിൽ രാഹുകേതുക്കളുടെ ഭാവസ്ഥിതി കൂടി മനസ്സിലാക്കി രാഹു അനിഷ്ടസ്ഥനാകുകയാണെങ്കിൽ വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യണം. രാഹു പ്രീതിക്കായിട്ട് ഏറ്റവും ഉത്തമമായ പരിഹാരം സർപ്പബലി തന്നെയാണ്. കൂടാതെ രാഹു പ്രീതിക്കായിട്ട് പാട്ട്, അതുപോലെ 100 പാലും തുടങ്ങിയ വഴിപാടുകൾ നാഗക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതും ഒക്കെ വളരെ ഉത്തമമാണെന്നറിയുക. കൂടാതെ അവരവരുടെ ജനനഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ദശ അപഹാരകാലങ്ങളും മനസ്സിലാക്കി ചാരവശാലുള്ള ആ ഒരു ഗ്രഹങ്ങളുടെ ദോഷങ്ങൾക്കൊക്കെ പരിഹാരമൊക്കെ ചെയ്തു വന്നാൽ ഇനിയുള്ള ആ ഒരു കാലം എല്ലാവർക്കും അനുകൂലമാക്കി എടുക്കുവാൻ കഴിയും എന്ന് മനസ്സിലാക്കണം. എല്ലാവരുടെക്കും നന്മയുണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.